അപ്പോൾ നമുക്ക് എന്താണ് ഫോറക്സ് എന്ന രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫോറക്സ് ട്രേഡിംഗ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലേ, നമ്മളിപ്പോൾ ഇവിടെ എന്താണ് സ്റ്റോക്കിൽ ചെയ്യുന്ന ഓരോ കമ്പനീസിന്റെ ഷെയർസ് കാര്യങ്ങളാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോറക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വേർഡിൽ തന്നെ ഉണ്ട് ഫോറക്സ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫുള്ളും കറൻസീസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫോറക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി മാർക്കറ്റ് ആണ്. നമ്മൾ അതിൽ പറയുന്ന പോലെ ഗോൾഡ്, ക്രൂഡ് ഓയിൽ ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ കറൻസി മാർക്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഇപ്പോൾ 24 പീപ്പിൾ ആയി ഓൾമോസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ഫോറക്സ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക്, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് മാത്രം നിൽക്കുന്ന, ഇതുവരെ ഫോറക്സിലോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ലൈക്ക് ഒന്നെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്താലും മതി. ഞാൻ എൻട്രിയിലെ മാഷിന്റെ ശിഷ്യനായിരുന്നു. ഓക്കെ, ഫൈൻ. ഞാൻ ചോദിച്ചത് അതല്ല. ലൈക്ക് ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ ചെയ്യുന്നത്, കറന്റ്ലി ചെയ്യുന്നത് അല്ല, ഫോറക്സ് അതാ ആണോ? പറഞ്ഞ അതിനുശേഷം ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ ഓക്കെ. വേറൊരു കാര്യം, ഇപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ്ലി ഉള്ള സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിനെയോ മെൻഷൻ ചെയ്ത് പേരെടുത്ത് പറയാൻ പാടില്ല. കാരണം അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മളങ്ങനെ ചെയ്യരുതെന്നൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം എനിക്ക് ഈ വീഡിയോ യൂട്യൂബിലും കൂടി ഇടാനുള്ളതാണ്. സോ അയ്യോ, അവിടുന്ന് അങ്ങനെയുള്ള ഇറങ്ങിയായിരുന്നു, കുറച്ച് അത് അറിയത്തില്ലായിരുന്നു ഇറങ്ങി എന്നുള്ളത്. ഓക്കെ ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. ഓക്കെ. ശരി. ഓക്കെ. ഫോറക്സ് ചെയ്തിരുന്നു, അക്കൗണ്ട് ബ്ലോ ഔട്ട് ആയപ്പോൾ നിർത്തി. ഓക്കെ. അതിപ്പോ ഫോറക്സിന്റെ മാത്രം പ്രശ്നമല്ല, മിക്ക മാർക്കറ്റ്സിലും അക്കൗണ്ട്സ് ബ്ലോ ഔട്ട് ആവുന്നുണ്ട്. കാരണം അത് നമ്മുടെ പ്രോപ്പർ സ്കിൽ സെറ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. സ്കിൽ സെറ്റ് എന്ന് മാത്രം പറഞ്ഞ പോലെ ഇമോഷനും പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തായാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഒരു 6-7 സ്ലൈഡേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് വിട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോറക്സിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ എവിടെയായിരുന്നു പറഞ്ഞാൽ കറൻസി പെയർ അല്ലെ, കറൻസി പെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യൂറോ യു എസ് ഡി അല്ലെ. യൂറോ യു എസ് ഡി നിങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു കറൻസി, അതായത് രണ്ട് കറൻസികൾ കൂട്ടിച്ചേർത്തൊരു പെയർ ആക്കിയിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ഫോറക്സിൽ അല്ലെങ്കിൽ കറൻസി ട്രേഡിങ്ങിൽ രണ്ട് കറൻസികളായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത്. ഓക്കെ. അത് സിമ്പിൾ ലോജിക്കാണ്. എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ സിനാരിയോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മൾ ഇപ്പോ നിങ്ങൾ പുറത്ത് രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. നമ്മൾ നോർമലി മണി എക്സ്ചേഞ്ചസിൽ എന്താണ് ഇത് ചെയ്യുമല്ലോ, അതായത് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ, ഫിസിക്കൽ കറൻസി അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു എസ് എന്ന് എടുക്കുക. ഓക്കെ. ലെറ്റ്സ് സേ നമ്മൾ യു എസ് നിന്ന് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ യു എസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ രാജ്യം പക്ഷേ ഇന്ത്യയാണ്, അതായത് ഞാൻ ഇന്ത്യക്കാരനാണ്, നാട് ഇന്ത്യയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ മന്ത്, അതായത് നവംബറിൽ നാട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ അല്ല, എൻ്റെ കയ്യിൽ യു എസ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ സ്പെൻഡ് ചെയ്യണേ ഡോളറേ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡോളർ കൊടുക്കാൻ പറ്റത്തില്ല, പകരം എന്ത് വേണം, റുപ്പി വേണം അല്ലേ. റുപ്പീസ് ഉണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ ബാങ്ക്സിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ മേ ബി എനിക്ക് കിട്ടുന്നത് ഒരു ഡോളറിന് ഒരു 84 റുപ്പീസിനാണ് ഈ നവംബറിൽ കിട്ടിയതെന്ന് വിചാരിക്കുക. ഓക്കെ. അതായത് ഞാൻ ഈ മാസം ഒരു $100 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 84,000 റുപ്പീസ്, സോറി 8,400 റുപ്പീസ് കിട്ടും. 84 അല്ല, 8,400 റുപ്പീസ് കിട്ടും അല്ലേ. അപ്പോൾ ഇതേ സിനാരിയോ ഞാനൊരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു, അല്ലെങ്കിൽ ഫെബ്രുവരി, അടുത്ത വർഷം ഫെബ്രുവരി മാർച്ചിലൊക്കെ വന്നു എന്ന് കരുതുക. ആ ടൈമിൽ ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു ഡോളറിന് എനിക്കൊരു 82 കിട്ടിയുള്ളൂ. അതായത് ഇവിടെ എനിക്ക് 8,400 കിട്ടിയ സ്ഥാനത്ത് എനിക്ക് 8,200 കിട്ടിയുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു 2 റുപ്പീസിന്റെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. 2 റുപ്പീസ് കുറഞ്ഞു. നമ്മുടെ ഇന്ത്യൻ റുപ്പിയെ ഡോളറുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 രൂപയുടെ ഒരു ഇടിവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെ എല്ലാ മിനിറ്റിലും സെക്കൻഡിലും അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ 2 റുപ്പീസിന്റെ ചേഞ്ചസ് അല്ല, ഇതൊക്കെ വലിയ വലിയ ചേഞ്ചസ് ആണ്. ചെറിയ ചെറിയ ചേഞ്ചസ്, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ്. നമ്മൾ പറയുമ്പോൾ ഇൻ സെൻസിലാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ പൈസ എന്ന് പറയുള്ളൂ, അതുപോലെ ഇൻ ഡോളറിൽ നമ്മൾ സെൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ സെൻസിലായിരിക്കും നമ്മൾ ഈ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുന്നത് ഇതുപോലുള്ള മൂവ്മെന്റുകളിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ, ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നത് എന്താണ്, നമ്മൾ ഒരു റിയൽ ലൈഫ് സിനാരി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ
ഇംപ്ലിമെന്റേഷൻ ആണ്, എങ്ങനെയാണ് ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലോട്ട് ആക്കുന്നത്. ഇതേ കാര്യം തന്നെ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. അതിനെയാണ് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് ഒരു ബ്രോക്കർ കാണാമെന്നല്ല, ബ്രോക്കർ ഉണ്ട്. അതിന് കുറച്ച് ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർ തന്നെ അതിനിടയ്ക്ക് നമുക്കൊരു സെറോദ എന്ന് പറഞ്ഞൊരു ബ്രോക്കർ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ബ്രോക്കേഴ്സ് അവൈലബിൾ ആയിരിക്കും. ആ ബ്രോക്കർ ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫോറക്സ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് കറൻസീസ് മാത്രമല്ല, കമോഡിറ്റീസ് ചെയ്യാം. അതായത് ഗോൾഡ് ചെയ്യാം, ക്രൂഡ് ഓയിൽ ചെയ്യാം, സിൽവർ ചെയ്യാം. ഇപ്പൊ ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗോൾഡാണ്. XAUSD 4 പേർ വരുന്ന ഗോൾഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ യു. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ ഒന്നിന് റിസ്ക് കുറവ്, ഒന്നിന് റിസ്ക് കൂടുതൽ, ഒന്നിന് ലാഭം കുറവ്, ലാഭം കൂടുതൽ, അങ്ങനെ ഒന്നുമില്ല. ദാറ്റ് പ്യുവർലി ഡിപ്പെൻസ് ഓൺ നമ്മൾ എത്ര പൊസിഷൻ സൈസ് ചെയ്യുന്നു, എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ മൂന്നാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ലൈക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയം ഉള്ള ഒരു മാർക്കറ്റാണ് ഫോറക്സ്. ഫോറക്സിന്റെ മുകളിൽ ട്രേഡിംഗ് വോളിയം ഉള്ള ഒരു മാർക്കറ്റ് വേറെ ഒന്നുമില്ല. അതായത് ഒരു ഡേയിൽ തന്നെ 6 ട്രില്യൺ ആണ് ഒരു ഡേയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന വോളിയം. ഓക്കെ. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു വോളിയം എന്ന് പറയുന്നത് ഈ 6 ട്രില്യൺ എത്തണമെങ്കിൽ ഒരു വർഷത്തിന് മേളിൽ എടുക്കും. മനസ്സിലായത്? നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വോളിയം 6 ട്രില്യൺ എത്തണമെങ്കിൽ ഒരു വർഷത്തിന് മുകളിൽ ട്രേഡിംഗ് അവിടെ നടക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളതെന്നുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് മീൻസ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പറയുന്നത്. അതായത് നമുക്കൊരു ടെക്നിക്കൽ അനാലിസിസ് ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതൽ. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരെല്ലാവരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയാം ഒരു വോളിയം ഉള്ള വോളിയം ഇല്ലാത്ത മാർക്കറ്റ് ടൈമിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ അല്ലെ. അപ്പൊ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും വോളിയം ഉള്ള ഒരു മാർക്കറ്റാണ്. സോ എന്തുകൊണ്ട് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൂടാ അല്ലെ. അപ്പോൾ ബേസിക് എന്താണ് ഫോറക്സ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ.